നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ നിഷ മുഹമ്മദ് ആണ്. ഡോക്ടറെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ ഡോക്ടർ, അപ്പോൾ പൊതുവെ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അമ്മയാവുക എന്നത്. അമ്മയായാൽ മാത്രം പോരാ, ഗർഭിണികൾ അറിയേണ്ട പല കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗർഭിണി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം? നമ്മൾ ഗർഭാവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാനസികമായും ശാരീരികവുമായ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഏതൊരു കാര്യത്തിലെ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും ഒരു പ്ലാനിങ്ങോടുകൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു യാത്ര വളരെ സുഗമമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നൊരു കൺസെപ്റ്റ് അത് വിദേശ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും എല്ലാം വളരെയധികം പ്രചാരം നേടിയതാണ്. നമ്മളുടെ നാട്ടിൽ അതിന് വേണ്ടത്ര ഒരു പരിഗണന ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസെപ്ഷന് മുന്നേ, അതായത് ഒരു ഗർഭാവസ്ഥയ്ക്ക് മുമ്പേ നമ്മൾ എന്തൊക്കെ അതിന് തയ്യാറെടുക്കുന്ന മാതാപിതാക്കളെ, പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പെൺകുട്ടിയെ മാത്രമല്ല അവരുടെ പങ്കാളിയും എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അവരെങ്ങനെയൊക്കെ തയ്യാറെടുപ്പ് ചെയ്യണം എന്നതിനെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗിൽ പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും തുടക്കത്തിൽ ഇപ്പൊ എന്തെങ്കിലും റിസ്ക് ഉള്ള പ്രഗ്നൻസി ആണോ, അതായത് അല്ലെങ്കിൽ ഒരു നോർമൽ റിസ്ക് ഉള്ള ആൾക്കാരാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിനുവേണ്ടി ചെറിയ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ, ഇപ്പം അനീമിക് ആണോ എന്നുള്ള രീതിയിലുള്ള അനീമിയ കറക്ഷൻ നമ്മുടെ രാജ്യത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതെ, ഒരു വിളർച്ചയുള്ള ഒരു കുട്ടി പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വിളർച്ചയിലേക്ക് അത് പോവുകയും രക്തസ്രാവം പോലുള്ള കാര്യങ്ങളിൽ എൻഡപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻസിയിലേക്ക് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ടത് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. നമ്മൾ ഒരു പ്രീ കൺസെപ്ഷനിലായിട്ട്, അതായത് ഗർഭാവസ്ഥയ്ക്ക് മുന്നേ ഒരു 2 മാസം മുമ്പേ ഫോളിക് ആസിഡ് ഗുളികകൾ ഗർഭിണിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനുണ്ടാവുന്ന ആദ്യത്തെ 3 മാസം ഫോളിക് ആസിഡ് കുറഞ്ഞത് കൊണ്ടുണ്ടാവുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന അനോമലീസ് ഒരു പരിധി വരെ വളരെയധികം നമുക്ക് തടുക്കാനാവും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഡിസീസിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ഗർഭാവസ്ഥയിലേക്കുള്ള തുടക്കം കുറച്ചുകൂടി നന്നായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് ചെറുപ്പക്കാരിലുള്ള ഡയബറ്റീസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പൊ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ ഇൻസുലിൻ ലെവൽസ് ഓപ്റ്റിമൈസ് ചെയ്ത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് വളരെ ഒരു നല്ല കൺട്രോളിൽ പോകുമ്പോൾ കൺസീവ് ചെയ്യുവാണെങ്കിൽ ഈ അനോമലീസ് ഉണ്ടാകാനുള്ള ചാൻസ്, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് സാധാരണ പോപ്പുലേഷൻ പോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ജെന്നി സീഷേഴ്സ് അതൊക്കെ ഉള്ള കുട്ടികൾ, ഒരു മൾട്ടിപ്പിൾ ഡ്രഗ്സ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ പ്ലാൻ ചെയ്ത് പ്രഗ്നൻസിയിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഈ ഏത് മരുന്നുകൾക്കും സൈഡ് ഇഫക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും മിനിമം സൈഡ് ഇഫക്ട്സ് ഉള്ള ഗുളികളിലേക്ക് ചേഞ്ച് ചെയ്യാനും ഈ ഡോസ് മിനിമൈസ് ചെയ്ത്, അതായത് സേഫ് ലെവലിൽ മിനിമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. പിന്നെ PCOS നമ്മുടെ എല്ലാ പെൺകുട്ടികൾക്കും പൊതുവെ കാണപ്പെടുന്ന ഒരു ഇതാണ്. PCOS ഉള്ള കുട്ടികൾ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുണ്ട്. അഥവാ ആയാൽ തന്നെ അവർക്ക് മിസ്കാരേജ്, അതായത് അബോർഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അഥവാ അവർ പ്രഗ്നൻസിയിലോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, BP, ഷുഗർ മുതലായ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ പൊതുവെ അവർ കുറച്ച്
വണ്ണ കൂടുതലുള്ള കുട്ടികളായിരിക്കും. അവരൊക്കെ ഒരു നോർമൽ വെയിറ്റിലേക്ക് വന്നിട്ട് പ്രഗ്നൻസി തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ നമുക്ക് കുറച്ചു നിർത്താൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മെന്റൽ ഹെൽത്ത് ആണ്. ഈ പങ്കാളിയും ഈ പെൺകുട്ടിയും പങ്കാളിയും ഒരേപോലെ ഈ ഗർഭാവസ്ഥ സ്വീകരിക്കാൻ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം അവരതിന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡോക്ടർ, പൊതുവെ ഈ പഴയ തലമുറക്കാര് പുതിയ തലമുറക്കാർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും റെസ്റ്റ് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ മരുന്നൊക്കെ കഴിയണം, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു തലമുറ ഇത് പാലിക്കേണ്ട കാര്യമുണ്ടോ? ഇതിന്റെ ആവശ്യകത എന്താണ്? നമുക്ക് വേണമെങ്കിൽ പ്രഗ്നൻസി ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്, അതൊരു സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ന് വേണമെങ്കിൽ പറയുന്നവർക്ക്, അതായത് പ്രകൃതിവാദികളെന്ന് പറയുന്നവർക്ക് ഈ ആശുപത്രി വിസിറ്റ്സ് ഒക്കെ കുറച്ച് ടെൻഷൻ വേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നമ്മളുടെ കേസിലാണെങ്കിൽ ഈ പിന്നെ പുതുതലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PCOS അല്ലെങ്കിൽ ഒബിസിറ്റി, വണ്ണം കൂടുതൽ നമ്മുടെ ഒരു ഗ്രോയിങ് ട്രെൻഡാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരു ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും ആശുപത്രി വിസിറ്റ്സ് അനിവാര്യമാണ്. അത് നമ്മളിപ്പോൾ കൂടുതൽ കൺസേൺഡ് ആയിട്ട് ആദ്യത്തെ ഒരു 3 മാസമാണ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചെക്കപ്സ് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഒരു പ്രഗ്നൻസിയിലേക്ക് തുടങ്ങുമ്പോഴുള്ള ഉത്കണ്ഠകള് അതൊക്കെ കുറച്ചൊരു നമ്മുടെ ഡോക്ടറിനോട് പറഞ്ഞ് ഫെമിലറൈസ് ചെയ്യുമ്പോൾ അതിനുള്ള മെയിൻ ആയിട്ട് ആ മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഫസ്റ്റ് 3 months ഫോളിക് ആസിഡ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന അനോമലീസ് ഫോളിക് ആസിഡ് എടുക്കാത്ത ജന പോപ്പുലേഷൻസിൽ വളരെ കൂടുതലായിട്ട്, നമ്മളുടെ ഈ യൂണിവേഴ്സൽ ഒരു സപ്ലിമെന്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് അങ്ങനെയുള്ള ഡിഫെക്ട്സ് ഉള്ള കുട്ടികൾ വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഈ മരുന്നുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഈ സപ്ലിമെന്റ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഫോളിക് ആസിഡ്, അയൺ, കാൽഷ്യം, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ അഡ്വൈസ് ചെയ്യുന്നത്. ഫോളിക് ആസിഡ് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച ഇലകളിൽ സമ്പുഷ്ടമായി കാണുന്നതാണ്. പക്ഷെ നമ്മളുടെ ഇന്ത്യക്ക് വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ പോപ്പുലേഷന്. നമ്മളെല്ലാം വേവിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം ഹീറ്റ് ലബൈൽ സാധനങ്ങളാണ്, ചൂടത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഗുണങ്ങൾ. ഈ ഫോളിക് ആസിഡൊക്കെ ചൂടുകൊണ്ട് ഡിസ്ട്രോയിഡ് ആയി പോകുന്ന വൈറ്റമിൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മുടെ ആ ഒരു പോഷക നിലവാരം നമുക്ക് അതിനോട് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഈവൻ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊന്നും അവർ ഈ റുട്ടീനായിട്ട് അയൺ, കാൽഷ്യം സപ്ലിമെന്റ്സ് കൊടുക്കുന്നില്ല. എന്നാൽ പോലും അവരുടെ ഡയറ്റിൽ കൂടി അവരത് നേടിയെടുക്കുന്നുണ്ട്. നമ്മളുടെ കാര്യത്തിൽ ആ ഒരു ഡയറ്റിലൂടെ ഉള്ള ഫുഡ് സപ്ലിമെന്റേഷൻ ബേബിക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് നമ്മൾക്ക് ആഡ്ക്വേറ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായും സപ്ലിമെന്റേഷൻ വളരെ നമ്മളുടെ പോപ്പുലേഷനിൽ വളരെയധികം ആവശ്യം തന്നെയാണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ മറ്റൊരു സംശയം പലരും പറയുന്നതാണ്, ഇന്ന ഭക്ഷണം, അതായത് എന്ത് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? അതായത് ചിലവർ പറയും പപ്പായ, പൈനാപ്പിൾ തുടങ്ങി ഡേറ്റ്സ് അങ്ങനെയുള്ള ഒരു പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും? ഫസ്റ്റ് 3 months, ആദ്യത്തെ 3 മാസം ഒരു 70-80% ഗർഭിണികൾക്കും വോമിറ്റിംഗ്, നോസിയ, ഛർദില്, ഓക്കാനം, അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ പൊതുവായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എരിവ്, പുളി, പിന്നെ ഈ കോഫി, ചായ പോലെയുള്ളതൊക്കെ വളരെയധികം കുറച്ചിട്ട് ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാനാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആ ഒരു 3 months അവർക്ക് കാര്യമായിട്ട് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ല, പക്ഷെ എന്നാൽ അവർക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും വരാതെ നോക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് എന്നാണ്. ഈ ഗർഭിണി UPT പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും എല്ലാവർക്കും അങ്ങ് ഇവരെ ഭക്ഷണം കഴിപ്പിച്ച് ഇതാക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ ഫലത്തിന് പകരം ഉപദ്രവം ചെയ്യുകയുള്ളൂ. കാരണം ഇതിനെ ഒന്നാമത് ഈ ഹോർമോൺ ലെവൽസ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒരു ഫസ്റ്റ് 3 months എന്തായാലും കാണും. ചിലർക്ക് അത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ നല്ലത് ഈ ഗർഭിണികൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കുറഞ്ഞ അളവിൽ പല തവണകളായിട്ട് കഴിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്റെ കാര്യം, ഈ
പൈനാപ്പിൾ പപ്പായൊക്കെ അൺറൈപ്പ്, അതായത് പച്ച പൈനാപ്പിൾ പച്ച പപ്പായയിലേക്ക് കുറച്ച് അബോട്ടിഫേഷ്യൻസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് പണ്ട് ഉണ്ടായിരുന്നു. അത് പണ്ട് കാലത്ത് അബോഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. അതായത് അതെന്തായാലും നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. അത് അൺറൈപ്പ് ആയിട്ട് തന്നെ കുക്ക് ചെയ്യാതെ അൺറൈപ്പ് ആയിട്ടുള്ള ആ കണ്ടന്റ് അബോഷന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു പേടി നമ്മൾക്കില്ല. അതായത് പഴുത്ത പപ്പായോ പഴുത്ത പൈനാപ്പിളോ അല്ലെങ്കിൽ ഡേറ്റ്സോ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും പ്രഗ്നൻസിയിൽ വരാനില്ല. ഡേറ്റ്സ് എന്ന് വെച്ചാൽ റിച്ച് ആണ്, അയൺ റിച്ച് ആണ്. അപ്പൊ അത് കുറെ, പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ മധുരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്നല്ലാതെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ റീസൺസ് ഒന്നും ഇല്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ലോ റിസ്ക് പ്രഗ്നൻസി അതുപോലെ തന്നെ ഹൈ റിസ്ക്, അതായത് ഹൈ റിസ്ക് ഉള്ള പ്രഗ്നൻസികളുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു വേർതിരിവിൽ ഈ ഒരു പ്രഗ്നൻസി? ലോ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു നോർമൽ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ജനറൽ ഡോക്ടറെയോ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന രീതിയിലുള്ള, അതായത് വേറെ മെഡിക്കൽ ഇൽനെസ് ഒന്നും നേരത്തെ ഇല്ലാത്ത ഈ പ്രഗ്നൻസിയിലും BP ഷുഗർ എല്ലാം നോർമലായിട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന സ്കാൻസിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി, അതായത് വേറെ മെഡിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഈ ഫസ്റ്റ് 3 ഘട്ടങ്ങളായിട്ടാണ് പ്രഗ്നൻസി തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 12 വീക്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, 12 to 28 വീക്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ, അത് കഴിഞ്ഞ് ടേം വരെ തേർഡ് ട്രൈമസ്റ്റർ. ഈ ഓരോ ട്രൈമസ്റ്ററിലും ബ്ലീഡിങ്ങോ ഗർഭകാല വേറെ BP ഷുഗർ ഇങ്ങനെയൊന്നും ഇല്ലാതെ കുഞ്ഞിന്റെ ഗ്രോത്ത് നോർമലായി കടന്നു പോകുന്ന ഒരു പ്രഗ്നൻസിയാണ് നമ്മൾ ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂഷ്വലി സ്വാഭാവികമായി അതിലൊരു 70-80% നോർമലി ഡെലിവറി ചെയ്ത് നോർമലായിട്ട് പോകുന്ന കേസുകളാണ്. പക്ഷെ നമ്മൾക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസികളുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് എടുത്ത് ഗർഭിണിയാകുന്നവർ, അല്ലാതെ മെഡിക്കൽ ഇൽനെസ് ഓൾറെഡി ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കാർഡിയാക് ഹാർട്ടിന് അസുഖമുള്ളവർ അല്ലെങ്കിൽ പ്രീവിയസ് ഏത് മെഡിസിൻസിനും ഏത് അസുഖങ്ങൾക്കും മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടർ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മെന്റൽ ഇൽനെസ് എന്തെങ്കിലും ഏത് ഇൽനെസ്സിനും മെഡിക്കേഷൻസ് ഉപയോഗിക്കേണ്ടി വരുന്നവർ, പിന്നെ അല്ലാണ്ട് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ഈ ഏതെങ്കിലും ട്രൈമസ്റ്ററിൽ ബ്ലീഡിങ് പ്രശ്നങ്ങൾ ഉള്ളവർ, പ്രീവിയസ് ഒരു സർജറി, പ്രീവിയസ് സിസേറിയൻ സർജറീസ് ഉള്ളവർ, ഇതൊക്കെയാണ് ഹൈ റിസ്കിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈ BP ഷുഗർ ഹൈ ആവുക, ഇൻസുലിൻ റിക്വയർമെന്റ് വരിക, അങ്ങനെയുള്ള കാറ്റഗറീസ്, ഇതെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ വരുന്നതാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു, അത് മൂലം നമുക്ക് ഷുഗർ പ്രഷർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ ഈ പ്രഗ്നൻസിക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഒരു പരിധിവരെ ഈ പറഞ്ഞ അസുഖങ്ങൾ ഈ ഡെലിവറി കഴിയുന്നതോടെ, കുഞ്ഞിന്റെ ഡെലിവറി കഴിയുന്നതോടെ ഷുഗർ പ്രഷറൊക്കെ നോർമലൈസ് ചെയ്യുവാണ്. വളരെ റെയറായിട്ട് ആ പ്രഗ്നൻസിയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ കുറച്ച് പേർക്ക് പ്രഷറും ഷുഗറും കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. കൂടുതൽ പേർക്ക്, ഒരു 95% പേർക്കും അത് ഈ പ്രഗ്നൻസി കഴിയുന്നതോടെ, ഡെലിവറി കഴിയുന്നതോടെ നോർമലായിട്ട് വരികയാണ്. എന്നിരുന്നാൽ പോലും ഇവരിൽ ഈ പ്രഗ്നൻസി ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ ഫ്യൂച്ചറിൽ, അതായത് ഒരു 40-45 വയസ്സാകുമ്പോൾ ഡയബറ്റിസ് ഹൈപ്പർ പ്രഷർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 50-60% കേസുകളിലും അവർക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അമ്മയായി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടേണ്ടത്? ഈ ഒരു മാനസിക നില അത് കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അമ്മയാവാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ മാനസിക നില, ഈ അമ്മയാകുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം പ്രൊഫൗണ്ടായിട്ട് ചേഞ്ചസ് ഈ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോണൽ ആയാലും ഫിസിയോളജിക്കൽ ആയാലും ഇത്
ചേഞ്ചസ് വളരെയധികം ഉണ്ടാകുന്നതാണ്. ഈ ഹോർമോണിന്റെ വ്യതിയാനം മൂലം തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഓൾറെഡി കുറച്ച് റിസ്ക്, അതായത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഈ കാലയളവിൽ ഉത്കണ്ഠ മൂലം, അതായത് ഡിപ്രഷൻ, ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഗർഭാവസ്ഥയെക്കാളും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവാനന്തരമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണുന്നത്. ഈവൻ നോർമലി നേരത്തെ മെന്റൽ ഇൽനെസ് ഒന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് പോലും പ്രസവാനന്തരം ഒരു ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട്, ഈ ഡെലിവറി കഴിഞ്ഞ് 3rd or 4th ഡേ തൊട്ട് ഒരു 1 വീക്ക് വരെ ഒരു കരച്ചിൽ, പെട്ടെന്ന് കരച്ചിൽ വരിക, ബേബിയെ ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, എങ്ങനെ അതിനെ ശുശ്രൂഷിക്കും എന്നൊക്കെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഇതൊക്കെ മൂലം ഒരു 70% സ്ത്രീകളിലും ഈ ബേബി ബ്ലൂസ് കാണുന്നുണ്ട്. അത് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പങ്കാളിയുടെ അമ്മയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി അത് നമുക്ക് ഓവർകം ചെയ്യാം. മിക്കവാറും എല്ലാവരും ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ച് നോർമലായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിലൊരു 10-15% പേർക്കും ഇത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട്, ഈ കരച്ചിലാണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും കുറച്ച് കൂടുതലായിട്ട് നീണ്ടു നിൽക്കും. ഒരു 2 ആഴ്ച വരെയൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും. അവർക്ക് ഈ സപ്പോർട്ട് മാത്രം പോരാ, ചിലപ്പം കൗൺസിലിംഗ് വേണ്ടി വരും, അവർക്കൊരു സ്പെഷ്യലിസ്റ്റിന്റെ കെയർ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മളൊരു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രി ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. യൂഷ്വലി കൗൺസിലിംഗ് പ്ലസ് ഒരു അഡീഷണൽ തെറാപ്പിയും കൂടി, അവർക്ക് ട്രീറ്റ്മെന്റും കൂടി വേണ്ടി വരും. വളരെ റെയറായിട്ട് ഒരു 1000-ൽ ഒരാൾക്കൊക്കെ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഇതിന്റെ ഹയസ്റ്റ് ഗ്രേഡ് ആ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിട്ട് കാണാറുണ്ട്. അതാവുമ്പം ഇത് ഈ ഡിപ്രഷൻ, ഉറക്കക്കുറവ്, വളരെയധികം ഉറക്കക്കുറവ്, പിന്നെ ഹാലൂസിനേഷൻസ് എന്ന് പറയും, നമ്മൾ ഓഡിറ്ററി എന്തോ പറയുന്നത് കേൾക്കുക, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, കുഞ്ഞിനെ ആരോ ഉപദ്രവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ കുഞ്ഞു മൂലം ഫാമിലി മെമ്പേഴ്സിന് ഉപദ്രവം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഡെലൂഷണൽ ഐഡിയാസ് എന്ന് പറയാം, ഫിക്സഡ് ആയിട്ടുള്ള ബിലീഫ്സ് ആണ്. അത് കാരണം അമ്മയും കുഞ്ഞും, അമ്മ കുഞ്ഞിനെ കൊല്ലാൻ വരെയുള്ള, അമ്മയും കുഞ്ഞും കൂടി ആത്മഹത്യ ചെയ്തു, കിണറ്റിൽ ചാടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ല. അത് ഇങ്ങനെയുള്ള കേസസുകളാണ്. അപ്പൊ ഇത് കുറച്ച് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിന് ശരിക്കും ട്രീറ്റ്മെന്റ് എടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരുന്ന കേസസ് ആണ്. അപ്പോൾ ഈ ഒരു ഗർഭാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ തന്നെ കുറച്ച് കുഞ്ഞു ഉത്കണ്ഠകളുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ നിങ്ങളുടെ ട്രീറ്റിംഗ് ഡോക്ടറിനോട് നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുകയും, അല്ലെങ്കിൽ വീട്ടിൽ കൂടെ ഉള്ള പങ്കാളിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സഹായം അഭ്യർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഡിപ്രഷൻ ആണോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വരുന്നത്? അതായത് വിഷാദ രോഗം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റുമോ? വിഷാദരോഗം ഞാൻ പറഞ്ഞില്ലേ, ഒരു 70% പേർക്കും ആ ചെറിയൊരു ഇറിറ്റബിൾ, ഒരു ക്രൈയിങ് എപ്പിസോഡ്സ്, ഒരു ഉത്കണ്ഠ, ഇതൊക്കെ തോന്നി അതിൽ 70% നോർമലായി മാറുകയാണ് ചെയ്യുന്നത്. അതിൽ വെറും 10-15% ഡിപ്രഷനിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. ഡിപ്രഷനിലേക്ക് പോകുമ്പോഴാണ് സൂയിസൈഡൽ തോട്ട്സ്, സ്വയം ഹാം ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരുന്നത്. അപ്പൊ നമ്മളുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അമ്മ മനസ്സെന്നൊരു പ്രോഗ്രാം അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചോദ്യാവലി, ഒരു 4-5 ക്വസ്റ്റ്യനെയർ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ആശാ വർക്കർമാരെ ട്രെയിൻ ചെയ്തിട്ട് അവരെല്ലാ ഗർഭിണികളോടും, പുതിയതായിട്ട് അമ്മമാരായ സ്ത്രീകളോടും ഈ ചോദ്യാവലിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് സ്ക്രീൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എത്ര പേർക്ക് ഏത് ഡിപ്രഷനിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതവര് റിപ്പോർട്ട് ചെയ്തിട്ട് ആ അമ്മമാർക്ക് സ്പെഷ്യലൈസ് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടർ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474431111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ നിഷ മുഹമ്മദ് ആണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചല്ലോ ഡോക്ടർ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സ്കാനിങ്ങിന്റെ ഒരു പ്രാധാന്യം ഒന്ന് പറയാമോ? എപ്പോഴൊക്കെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, എത്ര തവണ സ്കാൻ ചെയ്യണം? എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ സ്കാനിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞത്. യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ അവരുടെ
എല്ലാം നോർമലാണ്, വേറെ പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 ആഴ്ചയിൽ നമ്മളൊരു ഡേറ്റിംഗ് സ്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം ചിലരുടെ പീരിയഡ്സ് റെഗുലർ ആയിരിക്കത്തില്ല. അപ്പൊ അവരുടെ കുഞ്ഞിന്റെ ശരിക്കുള്ള വളർച്ച കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റിംഗ് സ്കാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊരു 6 അല്ലെങ്കിൽ 7 ആഴ്ചയിലാണ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇത് എല്ലാ കാര്യത്തിലും ഒരേപോലെയല്ല. ഇൻ കേസ് ഒരു ഏർലി പ്രഗ്നൻസിയിൽ തന്നെ നല്ല പെയിൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ സ്കാനിങ് അഡ്വൈസ് ചെയ്യും. നമ്മൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി ഇല്ലാന്ന് ഉറപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും വേണ്ടി. ട്യൂബൽ പ്രഗ്നൻസി ഒരു എമർജൻസിയാണ്. അപ്പൊ ഈ 6 അല്ലെങ്കിൽ 7 വീക്സിലാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത്. അത് നോർമൽ ആണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് കാണുവാണെങ്കിൽ ഫോളോ അപ്പ് സ്കാൻ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇടവിട്ട് പറയും. അത് നോർമൽ ആണെങ്കിൽ പിന്നെ നമുക്ക് റുട്ടീനായിട്ട് സ്കാൻ വരുന്നത് 12-14 വീക്സിന്റെ ഇടയിലാണ്. അതിന് നമ്മൾ NT സ്കാൻ എന്ന് പറയും. NT സ്കാൻ എന്ന് പറയും ന്യൂക്കൽ ട്രാൻസ്ലുസൻസി, കുഞ്ഞിന്റെ കഴുത്തിന്റെ ത്വക്കിന്റെ തിക്നെസ് നോക്കുന്നതാണ്. അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ കൺജനിറ്റൽ കോമൺ ആയിട്ടുള്ള കൺജനിറ്റൽ അനോമലീസ്, നമ്മൾ സാധാരണ കാണുന്ന ജനിതക വൈകല്യങ്ങൾ ഉള്ള കുട്ടികൾക്ക് ആ തിക്നെസ് കൂടുതലായിരിക്കും, 3 മില്ലിമീറ്റർ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണോ അല്ലയോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ NT സ്കാനിനോടൊപ്പം തന്നെ നമ്മളൊരു ഡബിൾ മാർക്കർ ടെസ്റ്റും അഡ്വൈസ് ചെയ്യും. ഈ അമ്മയുടെ ബ്ലഡിൽ നിന്ന് 2 മാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താൽ ഈ NT സ്കാനിന്റെ റിപ്പോർട്ടും ഈ മാർക്കേഴ്സിന്റെ അളവും വെച്ചിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറൈസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോ റിസ്ക് എന്നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. 10,000-ലൊക്കെ താഴെ ആയിരിക്കും. അപ്പോൾ അതിന് ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ റിസ്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റിസ്ക് എന്ന റിപ്പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ കൂടുതൽ പരിശോധനകൾ അതിന് ചെയ്യേണ്ടി വരും. ഈ 3-ാം മാസത്തിലെ NT സ്കാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ റുട്ടീനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് 18-20 ആഴ്ചയിലാണ്. അതിന് അനോമലി സ്കാൻ എന്ന് പറയും. ഈ 18-20 ആഴ്ച ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ഓർഗൻസ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയും. ഹാർട്ട് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും കൈകാലുകൾ എല്ലാം പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഓരോ ഓർഗൻസും എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അത് കമ്പൽസറി. നേരത്തെ നമ്മളുടെ ഒരു പുവർ കൺട്രി, കുറച്ചും കൂടെ പുവർ കൺട്രി ആയിരുന്നു, ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്തപ്പോൾ ഏതെങ്കിലും ഒരു സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഈ 5-ാം മാസത്തിലെ സ്കാൻ ആയിരുന്നു അന്ന് തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ അനോമലീസ് മാത്രമല്ല, ഈ കുഞ്ഞിന് പ്ലാസന്റയുടെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്, താഴെയാണ് പൊസിഷൻ, താഴെയാണോ മേളിലാണോ, ഇതൊക്കെ അറിയാനും അനോമലി സ്കാനിൽ കഴിയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നോർമലി ഗുഡ് ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഗ്രോത്ത് സ്കാൻ ആണ് അഡ്വൈസ് ചെയ്യുന്നത്. അത് 30-32 ആഴ്ചയിലാണ് ചെയ്യുന്നത്. അതും എല്ലാം പെർഫെക്റ്റ്ലി ഫൈൻ ആണെങ്കിൽ ഇപ്പം നമുക്ക് വീണ്ടും സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, ഡേറ്റ് അടുപ്പിച്ച് നമ്മൾ ഒരു ടേം സ്കാനും ചില ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ബേബിയുടെ വെയിറ്റ്, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിന്റെ അളവ്, പ്ലാസന്റയുടെ പൊസിഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ഒരു നോർമൽ പ്രഗ്നൻസിയിലുള്ളതാണ്. ഇതിന് എപ്പോഴും വേണമെങ്കിലും ഈ നമ്പർ ഓഫ് സ്കാൻസ് നമ്മൾ കൂട്ടാം. എപ്പോൾ ബ്ലീഡിങ് ഉണ്ടെങ്കിലും, ഈ പ്ലാസന്റ എന്നുള്ള ബ്ലീഡിങ് ആണോ, റിട്രോ പ്ലാസന്റൽ ബ്ലീഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകിലായിട്ട് ബ്ലീഡ് കളക്ട് ചെയ്യുന്നത്, അത് അബ്രപ്ഷൻ എന്ന് പറഞ്ഞൊരു രോഗത്തിന്റെ ഭാഗമാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട്, അതായത് എപ്പോഴും ബ്ലീഡിങ് എപ്പോഴെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻസ് അഡ്വൈസ് ചെയ്യും. പിന്നെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ചക്കുറവ് നമ്മൾ ഡൗട്ട് ചെയ്യുവാണ്. 28-30 ആഴ്ചയിൽ നമ്മൾ വയറ് പരിശോധിക്കുമ്പോൾ അതിന്റെ സൈസ്, വയറിന്റെ സൈസ് നമ്മൾ തോന്നുന്നില്ല, അത്രയ്ക്ക് തോന്നുന്നില്ല. സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞിനൊരു 2 ആഴ്ചത്തെ വളർച്ച കുറവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട്, അതായത് 2 ആഴ്ച കൂടുമ്പോൾ ഗ്രോത്ത് സ്കാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഈ 2 ആഴ്ചയിൽ കുഞ്ഞ് വളരുന്നുണ്ടോ, കുഞ്ഞിന് ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഈ ബ്ലഡ് ഫ്ലോയുടെ സ്റ്റഡീസ് ഡോപ്ലർ സ്റ്റഡീസ് എന്ന് പറയും. ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യേണ്ടി വരും. കാരണം ബ്ലഡ് ഫ്ലോ കുറയുവാണെങ്കിൽ കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ മരണപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും.
ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഭാരം കൂടുന്നത് എത്രത്തോളം റിസ്ക് ആണ്? മറ്റുള്ളവർ വിചാരിക്കും കുഞ്ഞ് നല്ലൊരു ഭാരമുള്ള കുട്ടി കിട്ടണോ, അല്ലെങ്കിൽ എത്രയും ഭാരം കൂടാവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ അതൊരു റിസ്ക് ഫാക്ടർ അല്ലേ? തീർച്ചയായും നമ്മുടെ ഒരു ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു 3.45 എബോവ് ആണ് ബേബിയുടെ വെയിറ്റ് എങ്കിൽ അത് തീർച്ചയായും മാക്രോസോമിയ എന്ന് നമ്മൾ പറയും, വലിയ കുട്ടിയാണ്. അപ്പൊ മാക്രോസോമിക് ബേബീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് യൂഷ്വലി നമ്മൾ അതിന്റെ കാരണം ഡയബറ്റീസ് ആണ്, പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് ആണ്. പിന്നെ എക്സസ് വെയിറ്റ് ഗെയിൻ, പ്രഗ്നൻസിയിലെ ഭാരം അമിതമായി കൂടുക, പിന്നെ കുറച്ച് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞുള്ള പ്രഗ്നൻസി, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ കുഞ്ഞിന്റെ ഭാരം അധികമായും കൂടുന്നത്. മെയിനായിട്ട് കാണുന്നത് ഡയബറ്റീസിലാണ്, പ്രഗ്നൻസി ഡയബറ്റീസിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ലെവൽ വളരെ കൂടുതലായിരിക്കും, ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ബേബി വെയിറ്റ് കൂടുതലുള്ള ഗർഭാവസ്ഥയിൽ ബേബി വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ ഈ ഡയബറ്റീസിന്റെ ഭാഗമായിട്ട് കുഞ്ഞിന് അനക്കം നിൽക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ ഡെലിവറി ടൈമിൽ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും തന്നെ കഴുത്ത് വരെ വന്നിട്ട് പിന്നെ കുഞ്ഞിനെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, ഷോൾഡർ വരാൻ ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് കുഞ്ഞിന്റെ കൈക്ക് പാരാലിസിസ് പോലെയും വീക്ക്നെസ് പോലെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇത്രയും വലിയൊരു ബേബിയെ ഡെലിവറി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ്ങും ട്രോമയൊക്കെ വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഡെലിവറി കഴിഞ്ഞ് ഗർഭപാത്രം അത്രയും വികസിച്ചിരുന്ന ഗർഭപാത്രം ചുരുങ്ങി നോർമലായിട്ട് വരാനെടുക്കുന്ന താമസം കാരണം ബ്ലീഡിങ്ങും കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി കുഞ്ഞുങ്ങൾ പുറത്ത് വന്നാലും ഇവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഷുഗർ താന്നിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474231111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗർഭിണികൾ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഡോക്ടർ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം BP എത്രത്തോളമാണ് ഇത് ഈ ഒരു ഗർഭകാലം? ഏറെക്കുറെ സ്ത്രീകളിലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് BP വന്ന് വല്ലാത്തൊരു സ്റ്റേജിലോട്ട് കടന്നു പോകുന്നത്. അതെന്താണ് ഇങ്ങനെ? ഗർഭാവസ്ഥയിൽ BP വരാനുള്ള ചാൻസസ് നമ്മുടെ പോപ്പുലേഷനിൽ ഒരു 10% സ്ത്രീകൾക്ക് BP വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് കുറെ മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും, പല പല റീസൺസ് കാരണം. ഫസ്റ്റ് പ്രഗ്നൻസി ഒരു റിസ്ക് ആണ് BP വരാനുള്ളത്. പിന്നെ ജനറ്റിക് ആയിട്ട് അമ്മയ്ക്കോ സഹോദരിമാർക്കോ പ്രഗ്നൻസിയിൽ BP ഉണ്ടെങ്കിൽ ഇവർക്കും പ്രഗ്നൻസിയിൽ BP വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ BP വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, പിന്നെ പ്രായ കൂടുതലുള്ള ഗർഭിണികൾ, ആദ്യത്തെ പ്രഗ്നൻസി 35 വയസ്സിന് മേലെ ആണെങ്കിൽ അവർക്കും പ്രഗ്നൻസിയിൽ BP വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം BP നമ്മൾ നോർമലി ഒരു റേഞ്ചാണ് പറയുന്നത്, 100 to 70 ഒക്കെ, 100/70 ഒക്കെയാണ് നോർമലി നമ്മൾ കാണുന്ന ഗർഭിണികളുടെ ഒരു BP. ചിലർക്ക് 90-60 അത്രയൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ 5-ാം മാസം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു ഫോൾ കാണാറുണ്ട്. ഈ 170 BP നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ കണ്ടവർക്ക് 90-60 അങ്ങനെ ഒരു ചെറിയൊരു ഡിപ്പ് ഈ 5th മന്തിൽ കാണാറുണ്ട്. പിന്നെ ഒരു 7-8 മന്ത്സ് ആകുമ്പോൾ ഇത് തിരിച്ച് നോർമൽ ആവുക ചെയ്യുന്നത്. ചിലർക്ക് ഈ 5th മന്ത് കഴിഞ്ഞിട്ട് പ്രീ എക്ലാംസിക് ടോക്സീമിയ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. 5th മന്ത് കഴിഞ്ഞിട്ട് BP കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കൈകാലുകളിൽ മുഖത്തൊക്കെ നീര് അതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ BP സ്ക്രീൻ ചെയ്യാൻ നമുക്ക് ഈ 12 ആഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡബിൾ മാർക്കർ ടെസ്റ്റ്, അതിന്റെ കൂടെ തന്നെ ഒരു പിന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്താൽ BP വരാനുള്ള ചാൻസസ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഗർഭിണികൾക്ക് നമുക്ക് എക്കോസ്പിറിൻ എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് തിന്നർ എന്നൊരു ടാബ്ലറ്റ് ഉണ്ട്. ബ്ലഡിൽ ക്ലോട്ടിംഗ് ടെൻഡൻസി കുറയ്ക്കുന്ന ടാബ്ലറ്റ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പ്രീ എക്ലാംസിയ സ്ക്രീനിങ് ചെയ്ത് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ്ങിന്റെ കൂടെ BP വരാൻ ചാൻസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത ഗർഭിണികൾക്കും ആ സ്ക്രീൻ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഈ എക്കോസ്പിരിൻ ഒരു 14 വീക്സിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു പരിധി വരെ ഈ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ ഉള്ള അല്ലെ അമിത വെയിറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഈ കുറെയൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴി നമുക്കൊരു പരിധി വരെ ഈ BPയുടെ ഇത്
കുറച്ച് നിർത്താൻ പറ്റും. എന്നാലും ഒരു 130-90 ഞങ്ങളുടെ ഇതിൽ ഒരു 130-90 എബോ ഒക്കെ പോവുകയാണെങ്കിൽ BP പോവുകയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റിൽ ഒരു ലബറ്റലോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. ലബറ്റലോൾ 100 മില്ലിഗ്രാം 3 നേരം അല്ലെങ്കിൽ 2 നേരം വെച്ച് കൊടുത്ത് അതിൽ കൺട്രോൾഡ് ആയില്ലെങ്കിൽ വേറെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് നെഫിഡിപ്പിൻ പോലുള്ള ഡ്രഗ്സ് ഒക്കെ ആഡ് ചെയ്യും. ഈ 2 ടാബ്ലറ്റ് എടുത്തിട്ടും BP കൺട്രോൾഡ് ആവാതെ വരുവാണെങ്കിൽ അതിന് സിവിയർ ഹൈപ്പർ ടെൻഷനാണ്. അത് നമ്മൾ കിടത്തി ചികിത്സിച്ച് ഇതൊക്കെ തന്നെ കിടത്തി തന്നെ ചികിത്സിക്കുന്നത്. അതിൻ്റെ കൂടെ റുട്ടീനായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യും, ബേബിയുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യും. എന്നിട്ടും ഈ BP കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസി എൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അത് സിസേറിയൻ ആവുകയാണെങ്കിൽ എക്സ്പെഡിറ്റ് ഡെലിവറി എന്നാണ് ഡിക്റ്റം. അപ്പൊ പെട്ടെന്ന് ബേബി പുറത്തെടുത്ത് പ്ലാസന്റ് ഡെലിവറി കഴിഞ്ഞാലേ ഇവർ തിരിച്ച് നോർമൽ BPയിലേക്ക് റിവേർട്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ BP കൂടുവാണെങ്കിൽ ഈ അമ്മയ്ക്ക് ജന്നി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അമ്മയ്ക്ക് ആന്റിനേറ്റൽ ഗർഭാവസ്ഥയിൽ ജന്നി വന്നാൽ കുഞ്ഞിനും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രായം ഒരു ഘടകം തന്നെയാണോ? തീർച്ചയായും. നമ്മൾ ഒരു ഐഡിയൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ 30-35 താഴെയാണ് ഐഡിയൽ ഏജ് എന്ന് പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 35 മേലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്, റുട്ടീന് BP, ഹൈപ്പർ ടെൻഷൻ, BP അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ടീനേജ് പ്രഗ്നൻസി. ഒരു ശാരീരികമായ വളർച്ചയൊക്കെ കറക്റ്റ് ആവണമെങ്കിൽ മാനസികമായി അതിന് ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പ് എത്തണമെങ്കിലും 20-21 വയസ്സ് കഴിയാതെ അതിന് മുതിരുന്നത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഏജ് കുറഞ്ഞ കുട്ടികളിൽ ഈ നേരത്തെ പറഞ്ഞ പ്രഷർ അതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ, പ്രഗ്നൻസി അബോർഷനിൽ അവസാനിക്കാനുള്ള ചാൻസസ് ഇതെല്ലാം കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൻ ഒരു ഇപ്പോഴെല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണ് മൊബൈൽ ഫോണിന്റെ യൂസേജ്. എത്രത്തോളം ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അത് അഫക്ട് ചെയ്യും? അതിന്റെ ഒരു റേഡിയേഷൻ, അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കുന്നതാണോ നല്ലത്? മൊബൈൽ ഫോൺ യൂസേജ് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാലും സ്ക്രീൻ ടൈം ഒരു 1-1.5 മണിക്കൂറായിട്ട് കുറച്ച് വെക്കുന്നതാണ് എപ്പോഴും ഗർഭാവസ്ഥയിൽ നല്ലത്. അപ്പോൾ മ്യൂസിക് കേൾക്കുക, അതൊക്കെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമുക്ക് ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഇതിന്റെയൊക്കെ പരിണിത ഫലങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ഇപ്പോഴും അവർ പറയുന്നത് മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഓരോ പുതിയ മൊബൈൽസും വരുന്നത്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് അറിയാത്തിടത്തോളം കാലം നമ്മൾ അതിന്റെ യൂസസ് മാക്സിമം കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക എന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? ഉറക്കത്തിന്റെ ഒരു രീതി തന്നെ പറയുന്നുണ്ടല്ലോ, പല രീതികൾ, അതൊന്ന് പറയാമോ? ഉറക്കം നമ്മുടെ ശാരീരികമായ ഉന്മേഷത്തിനും എല്ലാം വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ മാനസികമായിട്ടുള്ള ആ ഒരു വെൽബീയിങ്ങിനും ഉറക്കം വളരെ അത്യാവശ്യമാണ്. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നോർമൽ ഗർഭിണികൾ രാത്രി 7-8 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങി എഴുന്നേക്കണം. അതുപോലെ തന്നെ ഈ BP ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളൊരു ഉച്ചയ്ക്ക് ഉച്ചമയക്കം 2 മണിക്കൂർ ആഫ്റ്റർ ഫുഡ് കുറച്ച് നടന്നിട്ട് ഒരു 2 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ പറയുന്നുണ്ട്. പിന്നെ ഉറങ്ങുമ്പോൾ എല്ലാവർക്കും നേരെ കിടക്കണോ ചരിഞ്ഞ് കിടക്കണോ അതൊക്കെ സ്ഥിരം കൺഫ്യൂഷൻ കിടക്കേണ്ടത് ഏത് രീതിയിലാണെന്നും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അതിന്. അതൊരു 4 മാസം വരെയൊക്കെ യൂട്രസ് വികസിച്ചു വരുന്ന യൂട്രസിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ കിടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗർഭിണിയായി കഴിഞ്ഞ ഉടനെ അമ്മമാര് പറയും രാത്രി ചരിഞ്ഞ് കിടക്കണമെങ്കിൽ എഴുന്നേറ്റ് ഇരുന്ന് ബെഡിൽ ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിടന്നിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്നത് പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. പിന്നെ കൂടുതലും നമ്മൾ ഒരു 5 മന്ത്സ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലാറ്ററൽ പൊസിഷനാണ്, ഏതെങ്കിലും ഇടതുവശത്തോട്ടോ അല്ലെങ്കിൽ വലതുവശത്തോട്ടോ ചരിഞ്ഞ് കിടക്കണം. കാരണം ഈ വലുതാകുന്ന യൂട്രസ് വന്നിട്ട് നമ്മുടെ മെയിൻ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെസൽസ്, ബിഗ് വെസൽസിനെ കംപ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ നിവർന്ന് കിടക്കും, മലർന്ന് കിടക്കുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തോട്ട് കൂടുതൽ നമ്മൾ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ ചരിഞ്ഞ് കിടക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ബ്ലഡ്
മസിൽ അയോട്ടയാണ്, അബ്ഡോമിനൽ അയോട്ടയിലുള്ള കംപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കൂടുതലും ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വലതുവശത്തോട്ട്. ഇടതുവശത്ത് ഒരേ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ തിരിഞ്ഞു കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഡോക്ടർ, മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്യുന്ന അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം കുഞ്ഞിനെ അത് ബാധിക്കുന്നുണ്ട്? ഏത് കെമിക്കൽസ് ആണെങ്കിലും അതിന് ഒരു ടെർട്ടോജനിക് ഇഫക്റ്റ് ഉണ്ടാകുന്നതാണ്. നമുക്ക് ശരിക്കും ഇവർ എന്തൊക്കെയാ ഈ ഇതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പം ഫസ്റ്റ് 3 months ആണ് ഈ ഓർഗനോജെനസിസ്, കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്ന സമയം. അപ്പം കഴിയുന്നതും ആദ്യത്തെ 3 മാസം ഇതുപോലെയുള്ള ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു ഫസ്റ്റ് 3 months എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു? ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് അല്ലാതെ അതിന് പുറമെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടി വരും? ഫസ്റ്റ് 3 months പറയുമ്പോൾ നമുക്ക് ഈ അബോർഷൻ ടെൻഡൻസി കൂടുതലുള്ള സമയങ്ങളാണ്. ഏത് പ്രഗ്നൻസിയിൽ ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ ഡേറ്റിംഗ് സ്കാൻ പോലുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ വയറുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി റൂൾ ഔട്ട് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാനുള്ള സമയമാണ്. ഈ ആദ്യത്തെ 3 മാസം ഫീവർ, പനി അങ്ങനെയൊന്നും വരാതെ നോക്കുക. അതൊരു കാരണം ഈ ഫീവർ വിത്ത് റാഷസ് ഈ ആദ്യത്തെ 3 മാസം വരുവാണെങ്കിൽ കുഞ്ഞിന് കഞ്ചനിറ്റൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വാക്സിനേഷന്റെ കാര്യം. ഈ ആദ്യത്തെ 3 മാസം ഈ ജർമ്മൻ മീസിൽസ്, 5ആം പനി പോലുള്ള ഇത് വരുവാണെങ്കിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഒരു 90% കുട്ടികൾക്കും വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഈ MMR വാക്സിൻ ഇപ്പൊ റുട്ടീനായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ലേഡീസ് ആ റുബെല്ല ഇൻഫെക്ഷനുള്ള എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മുടെ ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ്. റുബെല്ല IgG, IgM 2 ടെസ്റ്റുകളുണ്ട്. IgG പോസിറ്റീവ് ആണെങ്കിൽ അവർ ഓൾറെഡി ഈ വൈറൽ ഇൻഫെക്ഷൻ ഇമ്മ്യൂൺ ആണ്, അത് വന്നാൽ അവരെ ബാധിക്കത്തില്ല. അഥവാ അത് IgG നെഗറ്റീവ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവരെ ഒന്നും കൂടെ വാക്സിനേറ്റ് ചെയ്ത് പിന്നെ ഒരു 3 months കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കൺസീവ് ആവുന്നതാണ് നല്ലത്. ഇതിനു പുറമെ മറ്റെന്തെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും നമ്മൾ പ്രഗ്നൻസിയിൽ അഡ്വൈസ് ചെയ്യുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ TD വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു 10-12 വീക്സിനിടയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് TD-തായിട്ട് തന്നെ എടുക്കാം. അതൊരു ഈ ഫസ്റ്റ് ഡോസ് എടുത്ത് ഒരു 4 to 6 ആഴ്ച ഗ്യാപ്പിൽ സെക്കൻഡ് ഡോസ് എടുക്കാം. അല്ലെങ്കിൽ TDAP എന്ന് പറഞ്ഞിട്ട്, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ പെർട്ടുസിസ് പറയുമ്പോൾ വൂപ്പിംഗ് കോഫ്, ഇതിന് 3നും എഗെയിൻസ്റ്റ് ഒരുമിച്ചുള്ള ഡോസ് അത് 28 വീക്സിലാണ് കൊടുക്കുന്നത്. ഇതല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ഫ്ലൂ വാക്സിൻ. ഇപ്പൊ നമുക്ക് ഇൻഫ്ലുവൻസ വൈറസ് കൊണ്ടുള്ള ഫീവർ ഗർഭിണികൾക്ക് വരാതിരിക്കാൻ, ഡേറ്റ് അടുക്കുമ്പോഴൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ ഈ 12 വീക്സ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഒരു സിംഗിൾ ഡോസ് ഫ്ലൂ വാക്സിൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രയോജനം കുഞ്ഞിനും 1 വയസ്സ് വരെയൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ അതായത് ഫസ്റ്റ് ഒരു അബോർഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ബെഡ് റെസ്റ്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് അബോർഷൻ കഴിഞ്ഞിട്ട്, ഫസ്റ്റ് അബോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണക്കുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു 10% വരെ ആൾക്കാർക്ക് അബോർഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതിന് കൂടുതലും ജനറ്റിക് റീസൺസ് ആണ്, ക്രോമസോമൽ പ്രശ്നങ്ങൾ കാരണമാണ് അത് അബോർട്ടായി പോകുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം കൺസീവ് ചെയ്യുന്നത് യൂഷ്വലി ഒരു 90% പേരിലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും. അവർക്കങ്ങനെ ബെഡ് റെസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി നോർമൽ ഒരു ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ബെഡ് റെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ റിപ്പീറ്റായിട്ട് അബോർഷൻസ് ആയി പോകുന്നു, അതും ഒരു 12 ആഴ്ച കഴിഞ്ഞിട്ട് അബോർഷനായി പോകുന്നത് ഗർഭാശയ മുഖത്തിന്റെ ദൗർബല്യം, വീക്ക്നെസ് കൊണ്ടാണ്. അതിന്റെ ലെങ്ത് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഗർഭാശയ മുഖം തുറന്ന് ഫീറ്റസ് വെളിയിൽ പോകുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ലേഡീസിന് നമ്മൾ കുറച്ച് റെസ്റ്റ്, എന്നാലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, നമ്മൾ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സപ്ലിമെന്റ് ചെയ്യും ഈ ഗർഭാശയ മുഖത്തിന്റെ നീളം കുറയാതിരിക്കാനായിട്ട്.
പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കുക, തയ്യലിട്ട് അത് ടൈറ്റ് ആക്കി വെക്കുക. ഈ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. എന്നാലും അവർക്കും നമ്മൾ ബെഡ് റെസ്റ്റ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിന് കുറേ പാളിച്ചകളുണ്ട് ബെഡ് റെസ്റ്റിൽ. കാരണം പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞിട്ടായാലും ബ്ലഡ് ക്ലോട്ട് ഫോർമേഷനുള്ള ടെൻഡൻസി നമ്മളുടെ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലാണ്. ഇപ്പൊ ഈ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ക്ലോട്ട് ഫോം ചെയ്യാനും അതുമൂലമുള്ള പ്രശ്നങ്ങൾ വരാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ ബെഡ് റെസ്റ്റ് ഇൻഅവോയ്ഡബിൾ സിറ്റുവേഷൻ, ഇപ്പൊ പ്ലാസന്റെ താഴ്ഭാഗത്താണ് ബ്ലീഡിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന ലേഡീസിന് നമ്മൾ ഈ ബ്ലഡ് തിന്നർ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ, അത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ കേസുകളിൽ മാത്രമേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഓക്കെ ഡോക്ടർ. അതുപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു ട്വിൻസോ അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു 7-8 മാസം ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത്? മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്ന് പറയും. 2-3 കുട്ടികൾ ക്യാരി ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ ഈ 7-8 മാസം ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് BP, ഷുഗർ ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചെക്കപ്സ്, ചിലപ്പം നോർമൽ ഒരു സിംഗിൾ ഫീറ്റസിനെ ക്യാരി ചെയ്യുന്ന മദറിന് 1 മാസത്തിനിടയിലാണ് നമ്മൾ ചെക്കപ്പ് പറയുന്നതെങ്കിൽ ഈ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസി ഉള്ള ലേഡീസിന് നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ തന്നെ ചെക്കപ്പിന്റെ ആവശ്യം വേണ്ടി വരും. അവർക്ക് പിന്നെ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ചില കേസിലാണെങ്കിൽ പ്ലാസന്റെ ഷെയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഒരു പ്ലാസന്റെയും 2 കുട്ടികളും. അങ്ങനെയുള്ള കേസിൽ ഒരു കുഞ്ഞിന് ബ്ലഡ് ഫ്ലോ കൂടുതലാവുകയും മറ്റേ കുഞ്ഞിന് ബ്ലഡ് ഫ്ലോ കുറയാനും ഉള്ള ചാൻസ്, ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വന്റ് ആയിട്ട് സ്കാനിങ് ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ BP വരാനും ഷുഗർ വരാനുമുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു പ്രധാനം, ഈ 7 മാസമൊക്കെ കഴിയുമ്പോൾ ലേബർ പെയിൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രീടേം ലേബർ, നേരത്തെ പ്രസവവേദന വരെയും ഡെലിവറി ആവാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു 28 ആഴ്ച മുന്നേ ഒക്കെ ഡെലിവറി ആവുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ചാൻസസ്, അവർക്ക് ശ്വാസം മുട്ട് വരാനും അവരെ NICUവിൽ ഓക്സിജൻ ഇതൊക്കെ വെച്ച് കിടത്താനുള്ള പ്രൊലോങ്ഡ് NICU സ്റ്റേ, കുറേ നാൾ അവർക്ക് NICUവിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അവരെ മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോക്ടർ, ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് നിയന്ത്രിക്കേണ്ട, അതായത് വ്യായാമം, യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തേണ്ടി വരും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ വണ്ണക്കൂടുതൽ, ഒബീസിറ്റി ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരുവാണ്. അപ്പം ഐഡിയൽ നമ്മൾ BMI എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ്. ഡോക്ടർ, നമുക്ക് എന്തായാലും ഒരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കാം. ഹലോ നമസ്കാരം. നമസ്കാരം. കൊല്ലത്തുനിന്നാ വിളിക്കുന്നത്. ഓക്കെ ചേച്ചി, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. എന്റെ മകളുടെ വേണ്ടി ചോദിക്കാനാണ്, മകളുടെ വേണ്ടി ചോദിക്കാനാണ്. ചേച്ചി കുറച്ച് റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കാമോ, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിന്ന് സംസാരിക്കാമോ? അപ്പൊ പിന്നെ കുട്ടിക്ക് ഈ PCOD ഉണ്ടാണ്. PCOD അപ്പോൾ ഇപ്പോഴായപ്പോഴും ആദ്യമേ പിന്നെ 3 പാക്കറ്റിലായിട്ടാന്ന് പറഞ്ഞു ആദ്യം സ്കാൻ ചെയ്തപ്പോ. അപ്പം പിന്നെ ഇപ്പൊ രണ്ടാമത് ഇന്ന് ചെയ്തപ്പോൾ പറയുന്ന 2 എണ്ണത്തിലെ ഹാർട്ട് ബീറ്റ് ഉള്ളൂ. അപ്പൊ ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാനാണ്. ഇന്നിപ്പോ 6 ആഴ്ച ആവുന്നതിന് 54 ദിവസമായപ്പോഴേ നമ്മൾ വീണ്ടും ചെയ്യും. അപ്പൊ ഇന്ന് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു അപ്പൊ 1 പോയതായിരിക്കും, ബ്ലീഡിങ് ആയി പോയത്. 2 എണ്ണത്തിൽ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ട്. അത് സൂക്ഷിച്ചിട്ട് നമുക്ക് ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പിന്നെ സ്കാൻ ചെയ്ത് നോക്കണം. വളരെ സൂക്ഷിച്ചാൽ മതി. ബ്ലീഡിങ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ചെയ്തിട്ട് വന്നിട്ടും ഉണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ എത്ര ആഴ്ചയായി? ഇപ്പൊ 54 ദിവസം. 54 ദിവസം. ഇത് തനിയെ പ്രഗ്നൻസി ആയതാണോ അതോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പ്രഗ്നൻസി ആയതാണോ? തനിയെ ആയതാണ്. പക്ഷെ ഈ PCODക്കുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പീരീഡ് റെഗുലറും അല്ലായിരുന്നു. അതെ. ഓവുലേഷൻ ആവാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് എടുത്തായിരുന്നോ? ഇല്ല. അപ്പം നിങ്ങളുടെ വീട്ടിലോ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ ട്വിൻസിന്റെ ഇരട്ട കുട്ടികളുടെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട്? ഇല്ല.
ഓക്കെ. അപ്പൊ ഈ 3 സാക്കിലായിട്ടാണ് ഫസ്റ്റ് സ്കാനിൽ കണ്ടത്. പിന്നെ ഇന്ന് നോക്കിയപ്പം 2 ബാക്കിലെ ഹാർട്ട് ബീറ്റ് ഉള്ളു. ഓക്കെ. ഇപ്പൊ ഒരു 6 ആഴ്ചയുടെ ഇതല്ലേ പറയുന്നത്? അപ്പൊ 6 ആഴ്ചയില് ഇപ്പൊ ഒരു സാക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും ടെൻഷൻ ആവണ്ട. അത് ഈ 3 സെപ്പറേറ്റ് സാക്ക് ആണെങ്കിൽ ഇതിനെ വലുതായിട്ട് അഫക്ട് ചെയ്യത്തില്ല. ഇത് ഗ്രോ ചെയ്തോളും. പക്ഷെ അത്യാവശ്യം അത് വളർന്നോളും. 2-3 സെപ്പറേറ്റ് സാക്കുകളാണെങ്കിൽ ആണ്. അപ്പൊ ഒരെണ്ണം പോയെന്ന് വെച്ചിട്ട് അത് മറ്റ് 2 ബേബീസിനെ അഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഡോക്ടർ പറയുന്ന ടാബ്ലറ്റ്സും എടുത്ത് ഇപ്പൊ അഡ്മിറ്റ് ആണോ ഹോസ്പിറ്റലില്? ഇല്ല, ഇങ്ങനെ പോരുന്നു. ഒത്തിരി പോയില്ല, ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണൂരാണ്. ഓ, അപ്പം ഡോക്ടർ തരുന്ന ഈ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് തരും, ഫോളിക് ആസിഡ് അല്ലാതെ. അപ്പൊ അതിനു മുമ്പ് ഈ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും ഒരു ടാബ്ലറ്റ് കൊടുത്തായിരുന്നു. എന്നിട്ടും ബ്ലീഡിങ്ങിന് കുറവില്ലാത്തത് കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാ പറഞ്ഞു എനിക്ക് നമുക്കൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് 2ാമത്തെ സ്കാനാണ് ചെയ്തത്. അപ്പൊ അതില് ഒരു പാക്കറ്റില് ഹാർട്ട് ബീറ്റ് ഇല്ല, ഒന്ന് തെളിയുന്നില്ല, 2 ബീറ്റിംഗ് ഉണ്ട്. ഓക്കെ. ഒരെണ്ണത്തില് അബോർഷൻ ആയതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ ഉള്ള ഈ കാണുന്ന ബ്ലീഡിങ്. അപ്പം ഈ സപ്പോർട്ട് ചെയ്യാൻ തന്ന ടാബ്ലറ്റ്സ് 2 നേരം എടുക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇൻ കേസ് വേദനയോടുകൂടി ബ്ലീഡിങ് അളവ് കൂടുകയോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഹാർട്ട് ബീറ്റ്സ് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കണം. പിന്നെ ഈ കുട്ടിക്ക് ഈ കോച്ചിപ്പിടുത്തം, കൈക്കൊക്കെ കോച്ചിപ്പിടുത്തം തന്നെ ഇല്ലാതെ പിന്നെ അവര് തടവി അമ്മായി മദറിനെയും തടവിയാണ് പിന്നെ നേരെയാവും. അത് കൈയൊക്കെ കൂട്ടിപ്പിടിക്കും. അത് നേരത്തെ തൈറോയിഡിന്റെ പാരാതൈറോയിഡിന്റെ സർജറിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഈ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഈ മസിൽ ക്രാംസ്, ഈ കോച്ചുപിടുത്തമൊക്കെ സാധാരണ വരുന്ന കാൽഷ്യം ഒക്കെ കുറയുമ്പോഴാണ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ വെള്ളം നിറയെ കുടിക്കാൻ പറയണം. ഹൈഡ്രേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ കുറയും. പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിങ്ങനെ സൂക്ഷിച്ചാൽ മതി. അപ്പം വലിച്ചു വരി കലോറി കൂടുതലുള്ള ആഹാരം കഴിക്കണ്ട എന്ന് മകം പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യമായിട്ട് കഴിക്കാൻ പറഞ്ഞു. അതെ, സ്മോൾ ഫ്രീക്വന്റ് കുറച്ച് പല തവണയായിട്ട് കഴിക്കണം ഫുഡ്. ജനറൽ ഡോക്ടറാണ് ഈ കുട്ടി. അപ്പം ക്ലിനിക്കിൽ ഇപ്പം പോകുന്നില്ല, കാരണം ഈ പല്ലൊക്കെ എടുക്കുമ്പോ ഇത്തിരി എക്സേർട്ട് ചെയ്യേണ്ടി വരും. അതെ, അതിന്റെ ആവശ്യം. അതുകൊണ്ട് അത് നിർത്തിയപ്പോഴാണ് പിന്നെ കുറച്ച് ബ്ലീഡിങ് കുറഞ്ഞു. ആദ്യമേ പോയിക്കൊണ്ടിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് നിർത്തി നോക്കാം. അപ്പം ചെറിയ ഡാർക്ക് കളറായിട്ട് ചെറിയ വലവലയോ ഉള്ളായിരുന്നു. ഇപ്പം ആദ്യം സ്കാൻ ചെയ്ത് എങ്ങനെയൊക്കെ പിന്നെ ബ്ലീഡിങ് നല്ലപോലെ വന്നു. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു 1ാമത്തെ പാക്കറ്റില് പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2ഉം ഇതാവും, ട്വിൻസ് ആയിരിക്കും. അതെ, 2 കുട്ടികൾ ഹാർട്ട് ബീറ്റ് ഉള്ളത് കൊണ്ട് അത് ട്വിൻസ് ആയിട്ടിരിക്കും. മാഡത്തിന് നമ്പറും തരുമെന്ന്. പിന്നീട് അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് യൂട്യൂബിൽ നമ്മൾ ഈ ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന്റെ അകത്ത് നമ്പർ കാണും കേട്ടോ. യൂട്യൂബില് നമ്മള് റേഡിയോ അത് ഉടനെ കാണുന്നതായിരിക്കും. നിഷ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. വിളിക്കേണ്ട നമ്പർ 0474291111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യായാമത്തെക്കുറിച്ചാണ്. എത്രത്തോളം നമ്മുടെ ഒരു ഫിസിക്കൽ എബിലിറ്റി കൊണ്ടുവരേണ്ടി വരും സ്ത്രീകളിൽ? നമ്മളുടെ ഒരു ഓവർ വെയ്റ്റ് അല്ലെ ഒബീസ് കാറ്റഗറി എന്ന് പറഞ്ഞ BMI കൂടുതലായിട്ടുള്ള ആൾക്കാർ, അവര് ശരിക്കും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് ഒരു ഐഡിയൽ ബോഡി വെയിറ്റിൽ എത്തിയിട്ട് പ്രഗ്നൻസിയിൽ എംബാക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഈ തുടർന്ന് ഓൾറെഡി വ്യായാമം ചെയ്യുന്ന അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഗ്നൻസിയിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ പുതിയതായിട്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ഇനി വ്യായാമം ചെയ്യുന്നത് അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പൊ മുന്നേ വിളിച്ച ശ്രോതാവ് പറഞ്ഞ കണക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ എത്രത്തോളം ശ്രദ്ധിക്കണം, അതേ കണക്ക് PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഇതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും?
തൈറോയിഡ് നമ്മൾ യൂഷ്വലി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ തൈറോയിഡ് ഒരു നോർമൽ ലെവലിൽ ആക്കുക. ഇൻ കേസ് പ്രഗ്നൻസി ആയാൽ തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ തൈറോയിഡ് സപ്ലിമെന്റ് കൊടുക്കുന്നതാണ്. തൈറോയിഡ് ടാബ്ലറ്റ്സ് എടുത്ത് ഒരു 6 വീക്സ് കൂടുമ്പം അത് റീചെക്ക് ചെയ്ത് അതിന്റെ ഡോസ് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കും. PCOD ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്കാരേജ് ആവാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബ്ലീഡിംഗ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏർലി പ്രഗ്നൻസി നേരത്തെ പറഞ്ഞ ഡേറ്റിംഗ് സ്കാൻ കൂടാതെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വീക്ക്ലി സ്കാൻ ചെയ്യും. പിന്നെ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ ടാബ്ലറ്റ്സ് കൊടുക്കും. പിന്നെ കുറച്ച് ഈ എക്സേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ ശ്വാസം മുട്ടലുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതൊരു തോന്നൽ മാത്രമാണോ അതോ എന്താണ് ഇതിന്റെ പ്രധാന കാരണം? പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞില്ലേ ശാരീരികമായ മാറ്റങ്ങൾ ഒരുപാട് വരും. നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. യൂട്രസിന് വലിപ്പം വയ്ക്കുന്നത് കൊണ്ട് ഈ വയറിന്റെയും ശ്വാസകോശത്തിന്റെ ഇടയ്ക്കുള്ള ഡയഫ്രം എന്ന മസിൽ മേലോട്ട് പൊങ്ങിയിട്ട് അത് ശ്വാസകോശത്തിന് മേലോട്ടാക്കും. അപ്പൊ നമ്മൾ ഈ ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കാനുള്ള ഇത് കുറവായിരിക്കും, സ്പേസ് കുറവായിരിക്കും ലങ്സിന്. അപ്പൊ കുറച്ചൊക്കെ ഒരു ആ യൂട്രസ് വലുതാകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ശ്വാസം മുട്ട് പൊസിഷൻ അനുസരിച്ചായിരിക്കും. കിടന്ന് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറെയൊക്കെ നമ്മൾ പ്രോപ്പർ പൊസിഷൻ തലേനെയൊക്കെ വെച്ച് ചാരി ഇച്ചിരി അപ്പർ ബോഡി കുറച്ച് എലിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ്. കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ കുറെയൊക്കെ ബെറ്റർ ആവും. പക്ഷെ ചില കേസുകളിൽ ഈ ശ്വാസം വിട്ട് ഈ പൊസിഷൻ മാറിയിട്ടും കുറയുന്നില്ല. അല്ല ഓൾറെഡി ആസ്മാറ്റിക് ആയിട്ടുള്ളവർ അവരുടെ ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡ്രഗ്സ് കണ്ടിന്യൂ ചെയ്യണം. അത് കൊണ്ടുള്ള ശ്വാസം മുട്ടാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. എന്നാലും ഈ നോർമൽ ശ്വാസം മുട്ടാണോ അതോ വേറെ ബുദ്ധിമുട്ടുള്ള പെത്തോളജിക്കൽ ആയിട്ടുള്ള ശ്വാസമുട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. ശ്വാസമുട്ട് കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് പരിശോധനകൾ ചെയ്യണം. കാരണം കാർഡിയാക് പ്രശ്നങ്ങൾ പ്രഗ്നൻസിയിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ശ്വാസമുട്ടല്ല എന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ് സ്ത്രീകളിലും വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതില്ലേ? തീർച്ചയായും നമ്മൾ ആ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗിന്റെ ഒരു ഉദ്ദേശം അഡിക്ഷൻസ് ഉള്ളവരെ കൗൺസിൽ ചെയ്ത് ഇപ്പൊ സ്മോക്കിംഗ് ആണെങ്കിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് സർവീസസിലേക്ക് വിടുക. ആ സ്മോക്കിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിക്രിയേഷണൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അത് മാക്സിമം കുറയ്ക്കാന്നല്ല, അത് കുറയ്ക്കുക അല്ല നിർത്തിയിട്ടേ നമ്മൾ പ്രഗ്നൻസിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആൽക്കഹോൾ മദ്യപാനം സ്ത്രീകളിൽ പൊതുവെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പം ആൽക്കഹോളൊക്കെ ഈ പ്രഗ്നൻസിയിൽ ഏത് ടൈമിലും ആൽക്കഹോൾ എടുക്കുന്നത് കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അതിന്റെ ഏറ്റക്കുറച്ചിലും ഉണ്ടാവുമെന്നേ ഉള്ളൂ. ഇപ്പം ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ആൽക്കഹോൾ യൂസ് ആണെങ്കിലും ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് മാത്രമേ പ്രഗ്നൻസിയിലേക്ക് പോകാനുള്ളൂ. അതുപോലെ തന്നെ ഈ സപ്ലിമെന്റ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് അല്ലാതെ മറ്റു ടാബ്ലറ്റ്സുകൾ എടുക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇപ്പം ഒരു ചുമ വന്നാലുടനെ നമ്മളൊരു ആന്റിബയോട്ടിക് ഓവർ ദ കൗണ്ടർ പോയിട്ടൊരു മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. അതൊക്കെ നോർമലി ചെയ്യുന്നതിനേക്കാളും വളരെയധികം അപകടകരമാണ് പ്രഗ്നൻസിയിൽ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതായത് ഡോക്ടറിന്റെ ശുപാർശ പ്രകാരം അല്ലാതെ മരുന്ന് കഴിക്കുന്നത് അപകടകരം തന്നെയാണ്. കാരണം നമ്മുടെ ഡ്രഗ്സിന് കാറ്റഗറി ABCD എന്ന് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി B ഗ്രൂപ്പിൽ വരുന്നത് ആകെ ഒരു പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഡ്രഗ് മാത്രമാണ്. അത് നമുക്ക് നോർമലി ഒരു പനി വന്നാലോ ഇതൊക്കെ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ അപകടമില്ല. ബാക്കി എല്ലാ ഡ്രഗ്സും ഇതിൽ Cയിലോ Dയിലോ ഒക്കെ പെടുന്നതാണെന്ന് നിങ്ങൾ ഡോക്ടറിനെ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ആന്റിബയോട്ടിക്സ് ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്ന് ആന്റിബയോട്ടിക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം സേഫ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് എടുക്കുക. നിങ്ങൾ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അസസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ടുള്ള റിസ്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ബെനിഫിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കണം, റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം. അപ്പം ബെനിഫിറ്റ് ആണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അതായത് ഇപ്പൊ ഒരു നല്ലൊരു ചുമ വന്നു അത് ന്യൂമോണിയയിലേക്ക് പോകാതിരിക്കുന്നതാണ് പ്രഗ്നൻസിയിൽ നല്ലത്. അപ്പോൾ ആന്റിബയോട്ടിക് എടുത്തേ പറ്റും. അങ്ങനെയുള്ള കേസസിൽ തീർച്ചയായിട്ടും ആന്റിബയോട്ടിക് കഴിക്കണം. പക്ഷെ അത് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന ഡ്രഗ് ആണോ എന്നത് ക്ലാരിഫൈ ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പൊ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ മാതാവിന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. സത്യത്തിൽ അതിന് ഗുണം ചെയ്യുന്നുണ്ടോ?
ഒരു നോർമൽ പ്രഗ്നൻസി, നോർമൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രഗ്നൻസിയിൽ 10-12 kgs ആണ് ഒരു നോർമൽ ആൾക്ക് ഗെയിൻ ചെയ്യുന്ന വെയിറ്റ്. ഇപ്പൊ നോർമലി ഇപ്പൊ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാള് അഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു പ്രോട്ടീൻ സപ്ലിമെന്റിന്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ വളർച്ചക്കുറവ് സസ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ സ്കാനിൽ അത് പ്രൂവൺ ആണ്. ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോഴും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ വളർച്ച വ്യത്യാസമുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കുട്ടികളുടെ അമ്മമാർക്ക് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, എന്തായാലും നമ്മുടെ ഈ ഒരു അതായത് നമ്മുടെ സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ഈ നൂതന ചികിത്സാ രീതികൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ഡെവലപ്പ്, ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്, അങ്ങനെ എന്തെങ്കിലും നൂതന ചികിത്സാ രീതികൾ അവലംബിച്ചിട്ടുണ്ടോ? പ്രഗ്നൻസിയിലെ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാവർക്കും പ്രഗ്നൻസി ഗർഭിണികൾക്ക് എല്ലാം ഒരു ആകുലത ഉത്കണ്ഠ ഉള്ളത് ഡെലിവറിയിലെ പെയിൻ റിലീഫ്, പെയിനിനെ കുറിച്ചാണ്. പ്രഗ്നൻസി ഡെലിവറി ടൈമിലെ പെയിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞ ഫെസിലിറ്റീസ് ഉണ്ട്. പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. നട്ടലിന് ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിലൂടെ കണ്ടിന്യൂസ് ഡ്രഗ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഡെലിവറി ചെയ്യുന്ന ആ പ്രഗ്നൻസി പെയിൻ, കൺട്രാക്ഷൻ, ലേബറിന്റെ പെയിൻ മദറിന് ഫീൽ ചെയ്യാതിരിക്കും. അപ്പൊ ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്സിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കിടക്കാൻ പറ്റും. അതൊരു നൂതന സമ്പ്രദായമല്ല, വളരെ ടൈം ടെസ്റ്റഡ് ആണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ അത്രയൊന്നും വിപുലമായിട്ട് നടക്കുന്നില്ല. അപ്പൊ പല പല ഹോസ്പിറ്റൽ, ഞങ്ങളുടെ കിംസിൽ ഉൾപ്പെടെ ഇപ്പൊ ലേബർ എപ്പിഡ്യൂറൽസ് കുറച്ചുകൂടെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. ഇങ്ങനെ ചികിത്സാ രീതികളുണ്ട്. പിന്നെ വാട്ടർ ബർത്ത് അങ്ങനെയൊക്കെ ഉണ്ട്, പല പല രീതികളും ഉണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ഡോക്ടറിന് നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയാം? പൊതുവെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയിലേക്ക് വരാൻ നോക്കുക. അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് മെന്റലി ആൻഡ് ഫിസിക്കലി വളരെ ഫിറ്റ് ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് എംബാർക്ക് ചെയ്യാനുള്ള ഒരു സേഫ് ജേർണി ആയിരിക്കും പ്രഗ്നൻസി പീരീഡും ഡെലിവറിയും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ നിഷ മുഹമ്മദ് ആണ്. ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിഗിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. നന്ദി, നമസ്കാരം.